നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അഷ്ടമിരോഹിണിയായിരുന്നു. ഇവരും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി എന്ന് പ്രതീക്ഷിക്കുന്നു. നാളത്തെ ദിവസം തിങ്കളാഴ്ചയാണ്, സെപ്റ്റംബർ 15-ാം തീയതി. അറിയാമല്ലോ, തിങ്കളാഴ്ച ദിവസം മഹാദേവന് ഏറ്റവും പ്രിയകരമായ ദിനമാണ്. അപ്പോൾ അന്നേ ദിവസം അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഫലം ചെയ്യും. ഭഗവാന് ആവശ്യമായ നേർച്ചകാഴ്ചകൾ വെച്ച് ഭഗവാനെ പ്രീതനാക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അതേപോലെ തന്നെ നാളത്തെ ദിവസം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, വിദേശത്തേക്ക് യാത്ര പോകുന്നവർ, വിവാഹ കാര്യങ്ങൾ നടത്തുന്നവരൊക്കെ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടാതെ എപ്പോഴും ഭസ്മം നെറ്റിയിൽ അണിയാനായിട്ടൊന്ന് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങൾ മഹാദേവന് ഏറ്റവും പ്രിയങ്കരമായ ദിവസമാണ്. അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് അവിടെ നിന്ന് കിട്ടുന്ന വിഭൂതി കയ്യിൽ സൂക്ഷിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റിയിൽ അണിയാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുത്തും വരയും കുത്തുമുള്ള പേപ്പറിലല്ല, ന്യൂസ് പേപ്പറിലുമല്ല, ഒരു വെള്ള പ്രതലമുള്ള, അതായത് വെള്ള ഒരു പേപ്പറിൽ അല്പം ഭസ്മം പൊതിഞ്ഞ് നിങ്ങളുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫയലുകളൊക്കെ വെക്കുന്ന പേപ്പറുകളൊക്കെ വെക്കുന്ന ഫയലുണ്ടല്ലോ, ഫയലിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ പോകുന്ന കാര്യം വിജയകരമാകുന്നതിനും നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ചെല്ലുമ്പോൾ ഭയം ഉണ്ടാകാതിരിക്കാനും മനസ്സ് ചഞ്ചലപ്പെട്ടു പോകാതിരിക്കാനും. നിങ്ങളുടെ മനസ്സിലേക്ക് ഭയം വന്നാൽ നമുക്ക് ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ടൊരു പരിഹാരമായിട്ട് അല്പം ഭസ്മം നിങ്ങളുടെ കയ്യിൽ കരുതിയിരുന്നാൽ മതി. ധൈര്യം ഉണ്ടാകും, ഭഗവാന്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും, ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായ കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അവരാരൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം വളരെയധികം അനുകൂലമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഭാഗ്യം ഉണ്ടാകുന്നതാണ്. അതേപോലെ വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും നാളത്തെ ദിവസം ഉത്തമമാണ്. അപ്പോൾ നാളത്തെ ദിവസം പുതിയ വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്നവരുണ്ടാകും, വാഹനവുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ നാളത്തെ ദിവസം ശുഭകരമാണ്. ശുഭകരമാകുമ്പോൾ വീണ്ടും ഒന്നിലധികം കാര്യങ്ങൾ നേടാനുള്ള ഒരു ഭാഗ്യവും ഉണ്ടാകുന്നതാണ്. ഒന്നിലധികം വീടുകളൊക്കെ ഭാവിയിൽ ഉണ്ടാകാനും അതേപോലെ വാഹനമൊക്കെ ഒന്നിലധികം വാങ്ങാനൊക്കെയുള്ള ഭാഗ്യവും നാളത്തെ ദിവസം ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും. കൂടാതെ സാമ്പത്തികമായും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്കും നാളത്തെ ദിവസം നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനും കൂടാതെ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കും നാളെ നല്ലൊരു ദിനമായിരിക്കും. നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ, പേപ്പറിലേക്ക് പകർത്താനായി നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അധ്യാപകരിൽ നിന്നും നല്ല സന്തോഷകരമായ വാർത്തകളൊക്കെ ശ്രവിക്കാനും വിദ്യാർത്ഥികൾക്ക് നാളത്തെ ദിവസം ഫലമുണ്ടാകുന്നതാണ്. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം നേട്ടത്തിൻ്റെ ദിനമാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാകും, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിനം കൂടിയാണ്. എങ്കിലും അമിതമായിട്ടുള്ള ചിലവ് വരാതിരിക്കാൻ നാളത്തെ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ സർക്കാർ വേതനം വാങ്ങുന്ന സർക്കാർ ജോലിക്കാരായ ആളുകൾക്കും നാളത്തെ ദിവസം ശുഭകരമാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിരിമുറുക്കം, ടെൻഷനുകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അതൊക്കെ ദിവസത്തോടു കൂടി മാറിക്കിട്ടുന്നതാണ്. അതേപോലെ കുടുംബത്തിലുള്ള ചില ബന്ധുക്കളുമായിട്ടൊക്കെ നിലവിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവർക്ക് നാളത്തെ ദിവസം ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി രമ്യതയിലാകാനും പഴയ പോലെ തന്നെ സന്തോഷത്തിൽ മുന്നോട്ട് പോകാനൊക്കെ അവസരം ഒരുങ്ങുന്നതാണ്. കാരണം അനുകൂലമായ ദിനമായതിനാൽ നിങ്ങൾക്ക് പ്രതികൂലമായ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. അപ്പോൾ ഇവിടെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അടുത്തുള്ള മഹാദേവ ക്ഷേത്ര ദർശനം നടത്താനും മറക്കാതിരിക്കുക. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാരായ ആളുകൾക്ക് നാളെ കയ്യിലേക്ക് കുറച്ച് സമ്പത്തൊക്കെ വന്നു ചേരാനുള്ള, അതായത് സാമ്പത്തിക നേട്ടത്തിനുള്ള വഴി ഒരുങ്ങുന്ന ദിവസമാണ്. ലോട്ടറിയൊക്കെ എടുക്കുന്നത് വളരെയധികം ഫലം ചെയ്യും. എല്ലാവരും ലോട്ടറി എടുക്കാൻ പ്രേരിപ്പിക്കുകയല്ല, എന്നാൽ ലോട്ടറി എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത് നാളത്തെ ദിവസം വളരെയധികം ഫലം ചെയ്യുന്ന ഒരു ദിനമാണ്. കുറച്ച് സമ്പത്തൊക്കെ കയ്യിലേക്ക് വരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കുടുംബത്തിലും ചില മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതേപോലെ പുതിയ ചില സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ചില ചിന്തനങ്ങളൊക്കെ ഉള്ള ആളുകൾക്കും നാളത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിൽ ഒരുപാട് നാളായി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നാളെ അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായി വരും. അതേപോലെ വിദേശത്തേക്ക് നാളത്തെ ദിവസം പോകുന്നവർക്കും നല്ലൊരു അനുകൂലമായ ദിനമായതിനാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം നേട്ടം ആ വിദേശ യാത്ര കൊണ്ട് നിങ്ങൾക്കുണ്ടാകും.
പഠനവുമായി ബന്ധപ്പെട്ട് പോകുന്നവരുണ്ടാകും, ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്നവരുണ്ടാകും, അല്ലെങ്കിൽ മക്കളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തേക്ക്, അങ്ങനെ ബന്ധുക്കളുടെ അടുത്തേക്കൊക്കെ പോകുന്നവരുണ്ടാകും. അപ്പോൾ നാളത്തെ ദിവസം അങ്ങനെ കടൽ കടന്ന് വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക് നിങ്ങൾ പോകുന്ന കാര്യം ഏറ്റവും അധികം ഫലപ്രദമായി മാറുന്ന ഒരു ദിനം കൂടിയായിരിക്കും. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാർ നാളത്തെ ദിവസം ആരോഗ്യമൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാതെ പനിയൊക്കെ ഉള്ളവരുടെ അടുത്തു നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. നാളത്തെ ദിവസം ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും പനി അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടാതെ നാളത്തെ ദിവസം പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒന്ന് ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം അത് മുഖേനയും ആരോഗ്യം പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. വയറിന് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂടാതെ നാളെ സുഹൃത്തുക്കളെയൊക്കെ അല്പം ഒന്ന് കെയർ ചെയ്യുക. അതായത് ചില സുഹൃത്തുക്കളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ആകാം. അതുമല്ല നാളത്തെ ദിവസം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായതിന് സുഹൃത്തുക്കളിൽ നിന്ന് എന്തെങ്കിലും അമളികൾ പറ്റാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ബിസിനസ്സുകാർക്കും നാളത്തെ ദിവസം വളരെയധികം ഉത്തമമാണ്. എങ്കിൽ പോലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ നാളത്തെ ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ പറഞ്ഞു തരാൻ പ്രാപ്തിയുള്ള ആളുകളുമായി ഒന്ന് ചർച്ച ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അതാണ് മുന്നേ പറഞ്ഞ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായതിനാൽ ചിലപ്പോൾ നമ്മൾ എടുത്തു ചാടി ചെയ്യുന്ന ചില തീരുമാനങ്ങൾ പാളിച്ചകളായി മാറാൻ സാധ്യതയുള്ളതിന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമായി അതിനെപ്പറ്റി, അത് നമ്മളുമായി ഏറ്റവും വിശ്വസ്തത ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്ന ആളുകളുമായിട്ടൊന്ന് സംവദിക്കുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരോട് ആരായുന്നതും അവരിൽ നിന്ന് കേൾക്കുന്നതും അതുവഴി ചില തീരുമാനങ്ങളിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നതും നാളത്തെ ദിവസം ഉത്തമമായിരിക്കും. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം വളരെ നല്ല ശുഭകരമായ ദിനമാണ്. പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് കർമ്മവിജയം ഉണ്ടാകുന്ന സമയമാണ്. കൂടാതെ നാളത്തെ ദിവസം ജോലിയിലേക്ക് പുതുതായി പ്രവേശിക്കുന്ന ആളുകൾക്കും ഉത്തമമായ ഒരു ദിനമാണ്. നാളത്തെ ആ ഒരു അതായത് അനുകൂല ദിനമായതിനാൽ പെട്ടെന്ന് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഭയപ്പാടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളിലേക്ക് വരികയില്ല. ഒരു പോസിറ്റിവിറ്റി നാളെ നിങ്ങൾക്കൊപ്പം എപ്പോഴും വലയം ചെയ്തുണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കും നാളത്തെ ദിവസം ഉന്നതമായ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള വിജയം വന്നു ചേരുന്ന ദിവസമാണ്. കൂടാതെ മീനം രാശിക്കാരായ ആളുകൾക്ക് മക്കൾ നിമിത്തം സന്തോഷിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ശ്രവിക്കുവാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. നാളത്തെ ദിവസം അല്പം ശ്രദ്ധിക്കേണ്ടത് പ്രണയിക്കുന്ന ആളുകളാണ്. അതായത് പ്രണയിക്കുന്നവർക്കിടെ ചെറിയ ചെറിയ വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകും, സ്വാഭാവികം. എങ്കിലും നാളത്തെ ദിവസം അത് ചിലപ്പോൾ ഒന്ന് അല്പം മണിക്കൂറുകൾ ദൈർഘ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പ്രണയിക്കുന്ന ആളുകൾ നാളത്തെ ദിവസം കഴിവതും വാക്കുതർക്കങ്ങളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ മീനൻ രാശിയിൽ വരുന്ന പ്രണയിക്കുന്ന ആളുകൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും വളരെയധികം ശുഭകരമായ ദിവസമാണ്. പ്രണയിനികൾക്ക് അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകൾക്ക് മാത്രം അല്പം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരും. ഇവിടെ ശുഭകരമായ ഒരു ദിനം തന്നെയാണ് നാളെ. അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അടുത്തുള്ള മഹാദേവ ക്ഷേത്ര ദർശനം രാവിലെ ഒന്ന് നടത്താനായിട്ട് ഏവരും ശ്രമിക്കുക. അവിടെ നിന്ന് കിട്ടുന്ന ആ വസ്ത്രം നെറ്റിയിൽ അണിഞ്ഞ് പ്രധാന കാര്യങ്ങൾക്ക് പങ്കെടുക്കാനായി പോവുക. ഒരു വിധത്തിലുള്ള നെഗറ്റിവിറ്റി നിങ്ങളെ ബാധിക്കുകയില്ല. പോസിറ്റീവായിട്ടുള്ളൊരു ഊർജ്ജത്തോടെ ഇരിക്കാൻ നാളത്തെ ദിവസം നിങ്ങളെ സഹായകമാകുന്നതാണ്.